ഗർഭിണിയായ ഒരു സ്ത്രീ അവൾ തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുമ്പോഴേ തൻ്റെ മുഴുവൻ ശരീരത്തെയും മനസ്സിനെയും അവളുടെ മനസ്സും ശരീരവും പുനർനിർമ്മിക്കുക എന്നാ പറയുക കേട്ടോ. ഒരിക്കൽ സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരിക്കും, അതുമല്ലെങ്കിൽ ഒരിക്കൽ അവൾക്ക് അനാവശ്യമായ ചിന്തകളും വിഭ്രാന്തികളും പേടികളൊക്കെ അവൾ മനസ്സിലിങ്ങനെ കടന്നുകൂടുന്നത്, അതുമല്ലെങ്കിൽ അസഹനീയമായൊരു വേദന അവൾക്കുണ്ടാകും. ഇതെല്ലാം ഹോർമോണുകളുടെ തരംഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ആ ഒരു പ്രതിഭാസമാണ് അവളുടെ ശരീരത്തിൽ എന്നുണ്ടാവുക എന്നുള്ളതാണ്. ആ സമയത്ത് പലർക്കും തോന്നും നമ്മൾ ശാരീരികമായിട്ട് ഒരുപാട് സുഖങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മതിയെന്ന്. പക്ഷേ ഗർഭകാലത്ത് മനസ്സിന് കിട്ടുന്ന സ്നേഹവും സുരക്ഷയും അമ്മയുടെ ജീവൻ മാത്രമല്ല കേട്ടോ, ആ കുഞ്ഞിൻ്റെ ഭാവിയെ കൂടി തീരുമാനിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ ഭർത്താവായോ കുടുംബമായോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായോ അവരുടെ കുടുംബമായോ ഒക്കെ അവരുടെ പേടിയും വേദനയും മനസ്സിലാക്കാതെ അവിടെ വേദനകളെ നോക്കാതെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. ആ ഒറ്റപ്പെടലുകളുണ്ടല്ലോ പ്രസവത്തിന് ശേഷം അവൾ വിടാതെ അവളെ പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് എന്താ നിങ്ങൾക്കറിയാം? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു മനസ്സിൻ്റെ ഒരു ഇരുണ്ട മുറിയിലേക്ക് അവിടെ പ്രസവാനന്തരം തള്ളപ്പെടുമെന്നുള്ളതാണ്. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അവിടെ അമ്മയ്ക്ക് കരയുകയാണോ അല്ലെങ്കിൽ നിലവിളിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ എന്തിനെതിരെ പൊട്ടിത്തെറിക്കണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയാണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ വില അവൾ മാത്രമല്ല കുഞ്ഞും നമ്മൾ കുടുംബം മുഴുവൻ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തെ അത് മൊത്തം ബാധിക്കുമെന്നുള്ളതാണ് ആ ഡിപ്രഷൻ എന്ന് പറയുന്നത്, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവളുടെ കുഞ്ഞിൻ്റെ അമ്മ എന്ന് മാത്രം കാണാതെ നിങ്ങൾ അവരെ മനുഷ്യനെന്ന നിലയിൽ അവളെ കൈപിടിക്കുക, ചേർത്ത് പിടിക്കുക, അവളോട് പറയുക നീ ഒറ്റയ്ക്കല്ലേ കേട്ടോ, ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, നമ്മളെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കെട്ടിപ്പിടിക്കുക, ആലിംഗനം ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഭർത്താക്കന്മാരാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമ തന്നെയാണ്. ഒരമ്മയുടെ മനസ്സിലെ എപ്പോഴും സമാധാനമുണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞിൻ്റെ ലോകം സുരക്ഷിതമാവുക എന്നുള്ളതാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ സ്നേഹത്താൽ എപ്പോഴും നമ്മുടെ ജീവിതം നമ്മളുമായിട്ട് ഇഴകിച്ചേർന്ന് സുരക്ഷിതമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗർഭസ്ഥ സമയത്ത് നമ്മൾ ഭർത്താക്കന്മാരും നമ്മുടെ വീട്ടുകാരും അവളുടെ വീട്ടുകാരും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ആലോചിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹം മാത്രം. താങ്ക് യു.